വാദിക്ക് താല്പര്യമില്ലെങ്കിൽ വക്കീലിന് താല്പര്യമില്ല. ആജി മൂസക്കുട്ടിയുടെയും അനന്തൻ നമ്പ്യാരുടെയും കേസ് മാറ്റി വെച്ചിട്ടാ ഈ കേസ് എടുപ്പിച്ചത്. ഒന്നങ്ങ് തിരിഞ്ഞു നോക്കിയോ. വക്കീൽ ഫീസ് തരാതെ മുങ്ങിയടക്കാണല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റണ്ടേ എന്റെ വക്കീലെ? അയ്യോ, എന്തായി? നമ്മുടെ കേസിന്റെ വിധി ഇന്നലെ അല്ലായിരുന്നു? അത് തന്നെ ഇത്രയും പറഞ്ഞത്. എന്നിട്ട് പറയൂന്നേ, നമ്മൾ ജയിച്ചു CP. അപ്പൊ റോഡ് നമുക്ക് കിട്ടുമോ? മുനിസിപ്പാലിറ്റി മുട്ടുകുത്തി CP നായർ വിജയക്കൊടി നാട്ടി. അയ്യോ, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വക്കീലെ. വിധി വായിച്ച് കേട്ടപ്പോ ആദ്യം എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ അനുഭവമാണല്ലേ? ഗോപി, നമുക്ക് സ്വന്തമായ റോഡ് റോളർ വലിയ വലിയ കോൺട്രാക്ടർമാരുടെ നിരയിലേക്ക് ഈ CP നായരും ഉയർന്നു കഴിഞ്ഞു. സ്വന്തമായ റോഡ് റോളർ. ആ റോളർ ഉപയോഗിച്ച് ഈ താഴേക്കുന്ന് മുനിസിപ്പാലിറ്റി ഞാനൊരു പൂന്തോട്ടമാക്കും. എന്റെ റോഡുകൾക്ക് സ്റ്റീലിന്റെ ഉറപ്പുണ്ടാകും. ഗോപി, ഓടിപ്പോയി ഡ്രൈവറെ സംഘടിപ്പിക്കേ. ആ റോളർ ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ തന്നെ റോഡ് നിരപ്പാക്കാം. ജപ്തി നാളെ നടക്കും. ഓ, എങ്കിലും സാരമില്ല, ചെല്ലേ. എല്ലാം റെഡി. ഇനി റോഡ് റോളർ എടുക്കാം. കമ്മീഷണറും നമ്മുടെ അളിയൻ എഞ്ചിനീയറും ഒക്കെ അകത്ത് ചമ്മി ഇരിക്കുകയായിരിക്കും. എനിക്ക് നിങ്ങളോട് യാതൊരു പ്രതികാരവും ഇല്ല. മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞേക്ക് കോൺട്രാക്ടർ CP നായരോട് അധികം കളിക്കേണ്ടെന്ന്. ഏറെ കളിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി കെട്ടിടം വരെ ഞാൻ ജപ്തി. അധികം വെള്ളം വയ്ക്കണ്ട, ഇത് സർക്കാർ ഓഫീസാണ്. ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ച വികാരം വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. വേറെ സ്ഥലം വിട്. എന്താണോ അത് ചാരിയിരിക്കുന്നത്? പറയേ, ചാരിയിരിക്കാൻ കൊണ്ടൊരു സ്ഥലം. ഞാൻ ചുമ്മാ കമ്മീഷണർ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ജപ്തി കാണാൻ വരുന്നില്ലേ? തോപ്പും കടവ് പാലം പൊളിച്ച ചേട്ടൻ കോൺട്രാക്ടറോട് പറഞ്ഞേര് CP ഒരു റോഡ് റോളർ കോൺട്രാക്ടറായെന്ന്. ഹലോ, ജപ്തി കാണാൻ വരുന്നില്ലേ? മേ കം ഇൻ? യെസ്. മാഡം, ചാർജ് എടുത്ത ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ വളരെ വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കള്ളു കുടിച്ച് പെണ്ണുങ്ങളെ കയറി പിടിച്ചു എന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലേ? അതിന്റെ ശിക്ഷയായിട്ട് ഇതങ്ങ് കരുതിയാ മതി. അടിയൻ ആ റോഡ് റോളർ അങ്ങ് കൊണ്ടുപോവുകയാണ്. മാഡത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ സംഭവം മറക്കാനാകാത്ത ഒരു സംഭവമായി മാറട്ടെ. മാഡം അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. നാച്ചുറലി. ഇയാൾ സാറിന്റെ അളിയനാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. ഇവന്റെ ചേട്ടൻ ഒരു വലിയ കോൺട്രാക്ടറാ, നല്ല മനുഷ്യൻ. അയാളെ തോപ്പിക്കാനാ ഇവന്റെ ശ്രമം. നല്ല കണ്ടീഷൻ. ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട്. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചൊരന്ന്. ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരണങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോനെ നിങ്ങള് കാത്തോളി എന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പൊ തന്നെ പൊരിഞ്ഞു വീണ്. പക്ഷെ എന്താ, ഇഞ്ചിൻ അപ്പ അവിടെ നിന്ന്. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. എന്താണ് തമാശ ആക്കാണ്? അല്ല, തമാശ ആക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ആള്
ഒരു മര്യാദയല്ലേ ഗോപി? ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? ഇപ്പോഴാ കിട്ടിയത്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല. നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. അല്ല, മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. ആ കീ എടുക്ക്. ആ സ്വിച്ച് എടുക്ക്, സ്വിച്ച് എടുക്ക്. എവിടെയാ നോക്ക്? ഞാൻ നിൽക്കണോ? വേണമെന്നില്ല, ഞാൻ വരാം. ഓഫീസിൽ വന്നു നോക്കൂ. വരാം. അച്ഛനാണ് സത്യം, ഞാൻ വരാം. അച്ഛനാണ് സത്യം, വരാം. പ്രോമിസ്. ഓക്കെ, വരാം. വണ്ടിക്കൂലിയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഇപ്പൊ ശരിയായി തരാം. ആ ഡീസലും കൂടെ എടുക്കി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. ആഹാ, എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. ആ വീഴുമ്പോ കൈ വിട്ടാൽ അങ്ങോട്ട് മാറി നിൽക്കണോ? സ്റ്റാർട്ടായി പോയല്ലോ. പറഞ്ഞ മനസ്സിലാവൂലേ? എന്താണ് ശരിയാവും. നിനക്ക് വല്ലതും പറ്റിയ? ഒന്ന് പോറി. മെതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് എടുക്ക്. ഇപ്പൊ ശരിയായി തരാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. അത് തുറക്കടോ. മാറും. ഓഹോ, ഇതാണോ കാര്യം? ഏത്? അയ്യോ അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. അയ്യോ, ഗിയർ ബോക്സ് ഒക്കെ അഴിച്ച ഒരുപാട് ലേറ്റ് ആവില്ലേ? ആ, എന്ന് വെച്ചാൽ ഈ കേടായ സാധനങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുവോ? ഗിയർ ബോക്സ് അഴിക്കാൻ വർക്ക്ഷോപ്പ് നാളെ കൊണ്ടുവരി. ഇയാൾ എവിടെ നിന്ന് കിട്ടി? ആളും എടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? പെറ്റുമാരെ കൊണ്ടുവരി. അപ്പൊ അവിടെ നിക്ക്. ഇതിന് അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. വരുമ്പോ ഒരു വെൽഡിംഗ് യൂണിറ്റ് കൂടി കൊണ്ടുവരണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കുക. ഇനിയും വേറെ വല്ലതും വേണോ? ആ, 2 ചായ 2 പരിപ്പടും കൂടി പൊടിച്ചോളി. എന്താണ് നോക്കിക്കളി? ഇതൊന്ന് പൂട്ടിയടാ. ഇങ്ങോട്ട് അയച്ചെടുത്താലേ പിന്നെ ഷോക്കാപ്സർ എങ്ങനെയുണ്ട് നോക്കേ. ഇത് ഓരോന്നോരോന്ന് ഇവിടെ അയച്ചെടുത്ത് കൊണ്ടുപോകണം നല്ലതെന്ന് ഞമ്മക്ക് തോന്നുന്നത്. വേലായിതാ ഇതിന്റെ ഗിയർ ബോക്സിന്റെ അകത്ത് പല എലിയോ പെരിച്ചായോ ഒന്നും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് ഞമ്മക്കൊന്ന് നോക്കേ. മെയ്തീനെ, ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലടോ? ചിലപ്പോ കാണില്ല. ആഹാ, എന്താ നിന്നുറങ്ങണേ? എടോ, വാൾവ് മൊന്തമ്മലൊക്കെ പിടിക്കണത് അങ്ങോട്ട് പിടിച്ചു കൊടുക്കടാ. ഹലോ, എന്താ ഇനി? പണി 4 ആകാറായി. വല്ല ആവൂ? ഇപ്പൊ ശരിയായി തരാം. അരഞ്ച് കൊറേ സമയമല്ലേ? കൊറേ സമയമായിട്ട് എന്താ നാളായിട്ട് അതിന്റെ മണിക്കകത്തോട്ട് കിടക്കണം. ഇത് വല്ല ആവൂ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഒരു കൊടുവാളോ പാറിയിട്ട് കിട്ടുവോ? ആ, ഉണ്ട്. കൊടുവാള് പകലാ നേരത്ത് കൊടുവാള്. നിർത്ത്. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. എത്രാന്ന് തീരുമാനിച്ച് അറിയിച്ചാൽ മതി, കൊടുത്തയച്ചേക്കാം. ഇത് ഇപ്പൊ കൊണ്ടുപോകും. ദിവസം ചുരുങ്ങിയത് 500 രൂപ വാടക കണക്കാക്കും. എന്താ കുറച്ച് കളഞ്ഞ്? 10,000 വെച്ച് തന്നേക്കാം. വാടക തന്നില്ലെങ്കിൽ റോഡ് റോളർ തിരിച്ച് ഞങ്ങൾ ജപ്തി ചെയ്യും. അത് കാണാം. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം. ഇറങ്ങി. ഇവിടെ താൻ
എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തന്നെ 2000 റുപ്യം കൂടി തന്നേക്ക്, നമ്മളെ കൂടി വിട്ടേക്ക്. 2000 രൂപ? എന്ത് പിണ്ണാക്കല 2000 രൂപ? പിന്നാക്കലല്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആര് വാങ്ങി കഴിക്കാൻ? അള്ളാനെ, ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ അല്ല, നമ്മള് കുറ്റം. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ട് വെളിയിൽ എത്തിക്കണം. അതിന് ഈ പ്രാർത്ഥന സ്റ്റാർട്ടാക്കി തരണ്ടേ? അതിന് പോകാൻ വഴിയുണ്ട്. തല എടുത്ത് വെച്ചോണ്ടോ? അല്ല സീപ്പണ്ണ, നമുക്ക് ഈ ബേപ്പൂരിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ടൊന്ന് പൊക്കിക്കൊണ്ട് പോയാലോ? ചുമ്മാ ഇരിടെ. നമുക്കൊരു ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ? ആനയെ കൊണ്ട് വലിപ്പിച്ചാലോ എന്ന്. ഈ ആനയൊക്കെ സംഭവം അതേ നടക്കൂ. ഞാൻ പോയി ഒരു ആനയെ സംഘടിപ്പിച്ചോണ്ട് വരാം. അല്ല, ഇവിടെ മോനൊക്കെ ഒറ്റ കൺട്രോൾ കൺട്രോൾ. ആളാണ്. അല്ല ഇപ്പൊ എന്നെ കുറെ നോക്ക്, ഞാൻ ആള് ഇവിടെ. ഒന്ന് എടുത്തോട്ട് കഴിയണല്ലേ ബൈക്കിനെ? എടുത്തോട്ടോ. പോട്ടെ, അയ്യും കൂടെ ഇറങ്ങിയോട്ടെ. നമ്മൾ നോക്കാം. എന്താണോ ഇത്? ആന അല്ലെങ്കിൽ പോത്തോ? ഒന്ന് കഴിക്കാൻ പറയണം. ഒന്ന് മാറിക്കണം ഇവിടെ. എന്തൊരു ശല്യമാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല. കാലി കയറൊന്നുമില്ല. അതിന്റെ സൈക്കിൾ നിങ്ങൾ കൊടുക്കണ്ട. പിള്ളേരടുത്തൊന്ന് മാറിയിക്കാൻ പറഞ്ഞു. നിങ്ങളത്തൊക്കെ പറഞ്ഞു നാവിന് വെള്ളം. പറഞ്ഞാൽ മനസ്സിലാവില്ല. മാറിയില്ല. അല്ല ഉത്സാഹിച്ച് വരാൻ. അങ്ങ് പോയില്ല, പേടിയാണ് അങ്ങോട്ട്. വലിഞ്ഞു പോട്ടെ. ഒരു ഇത്തിരിയും കൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലേ ഈ വീടും കൂടി അങ്ങോട്ട് പൊളിഞ്ഞേനെ. എനിക്ക് എന്ത് രസം ഉണ്ടായിരുന്നു.